കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കേസിനകത്ത് കുരുങ്ങി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ പല മഹാനടന്മാരും സിനിമയിലെ പല മേഖലയിലും ഉന്നതരായ പലരും കുരുങ്ങുന്ന സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്ന് നാം വിളിക്കുന്ന രഞ്ജിത്ത് ബാലകൃഷ്ണനെതിരായിട്ട് ബംഗാൾ നടി ആരോപണമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ശ്രീലേഖ മിത്ര ബംഗാൾ അറിയപ്പെടുന്ന നടിയാണ്, നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരിയാണ്. അവര് ഒരു CPM പ്രവർത്തകയാണ് ബംഗാളിൽ. മലയാള സിനിമയിലെ അഭിനയിക്കാനായിട്ട് അവരെ രഞ്ജിത്ത് ബാലകൃഷ്ണൻ വിളിച്ചു വരുത്തി. ജോയ് ജോസഫ് എന്ന സംവിധായകൻ മുഖേനയാണ് ആ കോണ്ടാക്റ്റ്. അവരെ പാലേരി മാണിക്യം എന്ന തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അവരെ കാസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് രഞ്ജിത്ത് വിളിച്ചു വരുത്തിയത്. രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ചില അപമര്യാദയോടെയുള്ള പെരുമാറ്റം അവർക്കുണ്ടായി എന്ന് അവർ ഇന്ന് ഏഷ്യാനെറ്റ് ചാനലിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരെ വെച്ച് ഏറ്റവും നല്ല സിനിമകൾ ചെയ്ത ഒരു വ്യക്തിയാണ് രഞ്ജിത്ത്. നമ്മൾ അങ്ങനെയാണ് രഞ്ജിത്തിനെ അറിയപ്പെടുന്നത്. മലയാളത്തിലെ നല്ല ഡയറക്ടർ ഒരാളാണ് അദ്ദേഹം, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, സ്ക്രീൻ പ്ലേ റൈറ്ററാണ്. എല്ലാ രംഗത്തും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ 1-2 ഹിറ്റ് ഫിലിമൊക്കെ ഇന്നും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. രാവണപ്രഭു 2001 ഏകദേശം 10-24 വർഷം മുമ്പ് വെളിയിൽ വന്നതാണ്. അതുപോലെ ദേവാസുരം, അത് മോഹൻലാലിൻ്റെ ഹിറ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ്. അതൊക്കെ രഞ്ജിത്തിന്റെ തലയിൽ നിന്നാണ് പുറപ്പെട്ടു പോയത്. കഴിവുള്ള ഒരു ഡയറക്ടറാണ്, കഴിവുള്ള ഒരു സ്ക്രീൻ പ്ലേ റൈറ്ററാണ്. ഭാവസുന്ദരമായ പല നിമിഷങ്ങളും സിനിമയിൽ അദ്ദേഹം ആ ചലച്ചിത്രത്തിൽ കൂടെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. നമ്മളത് അസൂയോടെ നോക്കിയിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കഴിവിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും മലയാള സിനിമയിലെ ഏറ്റവും നല്ല ചില സിനിമകളുടെ പ്രൊഡ്യൂസറും സ്ക്രീൻ പ്ലേ റൈറ്ററും സംവിധായകനൊക്കെയായി അദ്ദേഹം പ്രശോഭിച്ച് നിൽക്കുന്ന സമയത്താണ് ഇടതുപക്ഷ ഗവൺമെന്റ് അദ്ദേഹത്തിനെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി അവരോധിക്കപ്പെട്ടത്. ഇപ്പൊ അദ്ദേഹം ഒരു വിഷമവൃത്തത്തിലാണ്. കാരണം നേരത്തെ ഉണ്ടായ ഒരു സംഭവം, പാലേരി മാണിക്യത്തിലെ കാസ്റ്റ് ചെയ്യാൻ ബംഗാളിൽ നിന്ന് വിളിച്ചു വരുത്തിയ ആ ബംഗാളിലെ ഏറ്റവും നല്ല അഭിനയ നേതാക്കളിൽ ഒരാളായ ശ്രീലേഖ മിത്ര അവര് തുറന്നടിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റിലെ കഴിഞ്ഞ ദിവസം. ആ സംസാരത്തിലെ അവരുടെ പരാതിയില് അവര് താമസിക്കുന്ന കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വർക്ക് പ്ലേസിൽ ചെന്നപ്പം മോശമായ പെരുമാറ്റം ഇദ്ദേഹത്തിൽ നിന്ന് രഞ്ജിത്ത് നിന്നുണ്ടായി എന്നാണ് അവർ പറയുന്നത്. അവരത് തുറന്നടിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമ്മളെല്ലാവരും അത് കണ്ടു. അവർ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വളയിൽ അദ്ദേഹം സ്പർശിച്ചു. ആ വളയിൽ അദ്ദേഹം തഴുകി, കയ്യിലെ അദ്ദേഹം ഉരുമ്മി, കഴുത്തിൻ്റെ പിൻവശത്ത് അദ്ദേഹം തഴുകി. അവര് ബില്ലിംഗ് അല്ലായിരുന്നു ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അവർ വെളിപ്പെടുത്തി. അത് ഇന്ത്യൻ പീനൽ കോഡിലെ 354 വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. പുതിയ ന്യായ സംഹിതയിലെ 74 വകുപ്പ് പ്രകാരം, 75 വകുപ്പ് പ്രകാരവും 76 വകുപ്പ് പ്രകാരവും അത് കുറ്റകരമായിട്ട് മാത്രം വരും. 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ്.
അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മലയാള സിനിമയിൽ. ആ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അന്ന് അവരെ ഇവിടെ എത്തിച്ച അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കൊടുത്ത ജോഷി ജോസഫ് എന്ന ആ സംവിധായകൻ അവരുടെ അടുത്ത് അവർ പരാതി പറഞ്ഞെന്നും അവർ മടങ്ങി ഹോട്ടലിൽ വന്നെന്നും തിരിച്ചു പോകാൻ പണം കിട്ടിയില്ല, ഇങ്ങോട്ട് ഉള്ള പണം അയച്ചു കൊടുത്തു, വന്നു കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പണം ലഭിച്ചില്ല, അവർ സ്വന്തം കയ്യിലെ കാശ് മുടക്കിയാണ് പോയത്. ജോഷി ജോസഫിന്റെ എറണാകുളത്തെ വീട്ടിൽ വന്നു, അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നു, അദ്ദേഹത്തിനടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിന് സാക്ഷികളുണ്ട്, അതിനി എവിടെ വേണേലും അക്കാര്യം പറയാം എന്ന് ജോഷി ജോസഫ് ഈ സംഭവത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ 1-2 സുഹൃത്തുക്കളെടുത്തും പറഞ്ഞു. അപ്പം തെളിവുകളായി. ഇനി അവർ പരാതി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവർ ചാനലിൽ വെളിപ്പെടുത്തിയെങ്കിലും നിയമപരമായി പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ശ്രീലേഖ മിത്ര ഒരു പരാതി കൊടുക്കും, അല്ലെങ്കിൽ പരാതി കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും രഞ്ജിത്തിന് അവരുടെ മൊഴി സ്വീകരിച്ചാൽ, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് പോയാൽ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ആ വ്യക്തിത്വം അതിന് കറ വീണു എന്ന് പറയേണ്ടി വരും. തന്നെയുമല്ല, അദ്ദേഹം തന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമ കൊടുക്കാനും അവർ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു ക്ഷമയിൽ തീരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഇതിന് FIR എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ജാമ്യം എടുക്കണം, ചിലപ്പോൾ റിമാൻഡിലേക്ക് പോകാം, ചിലപ്പോൾ ജാമ്യം ലഭിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഒന്നിന് പുറകെ ഒന്നാവും. അതുകൊണ്ട് അവരുമായിട്ട് രമ്യതയിൽ ഇത് പറഞ്ഞു തീർക്കുന്നതാണ് കുറച്ച് ഉചിതം. പക്ഷേ ഇപ്പോഴത്തെ ആ ഹേമ കമ്മീഷന്റെ അകത്ത് ഇത് വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എങ്കിലും ഈ വിവരം പുറത്തായി, ഏഷ്യാനെറ്റിൽ കൂടെ പുറം ലോകം അറിഞ്ഞു. ഇനി അതിലേക്ക് ഒരു കേസ് കൊടുക്കാൻ അവർ തയ്യാറാണ്. അതിന് സാക്ഷി പറയാൻ ജോഷി ജോസഫ് റെഡിയാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ഈ വിവരം പറഞ്ഞിട്ടുണ്ട്, അവരും റെഡിയാണ്. അപ്പം കാര്യങ്ങൾ അത്ര പന്തിയല്ല. അതുകൊണ്ട് ഒരു ക്ഷമയെ തീരുന്നുണ്ടെങ്കിൽ തീർച്ചയായും രഞ്ജിത്തിന് അത് ഗുണം ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് FIR തയ്യാറാവും. അവരിപ്പം മാനസികമായി തയ്യാറായി ഒരു കേസ് കൊടുക്കാൻ. നേരത്തെ അവർക്ക് കേരളത്തിൽ കോണ്ടാക്റ്റ് ഇല്ല, അവർക്ക് ഇവിടെ വന്ന് കേസ് നടത്താൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴവർക്ക് ആവശ്യത്തിന് ധൈര്യം വെച്ചിരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് അവരിത് ഈ ഭൂതത്തെ തുറന്നു വിട്ടത്. അതുകൊണ്ട് അക്കാഡമിയിലെ ചെയർമാൻ എന്ന ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന് അവിടെ തുടരണമെങ്കിൽ, തന്നെയല്ല തൻ്റെ ഇമേജ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവർ ക്ഷമിച്ചു എന്നൊരു വാക്ക് കിട്ടിയാൽ അദ്ദേഹത്തിൽ ഇതിൽ നിന്ന് ഊരിയെടുക്കാം. അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും എന്ന് ഞാൻ കരുതുന്നു.